السلام عليكم ورحمة الله. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ربي يعلم القول في السماء والأرض وهو السميع العليم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون. ما آمنت قبلهم من قرية أهلكناها أفهم يؤمنون. بسم الله الرحمن الرحيم. قال ربي يعلم القول في السماء والأرض وهو السميع العليم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون. ما آمنت قبلهم من قرية أهلكناها أفهم يؤمنون. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞത് ആളുകൾക്ക് ഇവിടെ വിചാരണ അടുത്തിരിക്കുന്നു, എന്നാലും അവർ ആ കാര്യത്തിൽ അശ്രദ്ധമായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്. എന്തൊരു വിബോധനം റബ്ബിൽ നിന്ന് വന്നു കിട്ടിയാലും അതൊക്കെ കളിയായി തമാശയായി വിനോദമായി കേട്ടുപോകുന്നു എന്നല്ലാതെ അവർക്കതിനൊന്നും പ്രത്യേകിച്ചൊരു മാറ്റമില്ല. അവർ പരസ്പരം സ്വകാര്യം പറയുന്നു, ഇത് നമ്മളെപ്പോലുള്ള മനുഷ്യൻ മാത്രമല്ലേ, അതുകൊണ്ട് കണ്ടറിഞ്ഞ് നിങ്ങൾ ഈ മാസ്മരികതയിൽ പോയി പെടുകയാണോ എന്നവർ നബിയെക്കുറിച്ച് ചോദിക്കുമായിരുന്നു എന്നാണ് കഴിഞ്ഞ ആയത്തുകളായി പഠിപ്പിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി പറയും, ഇത് നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്, അല്ല നബിയൊന്നുമല്ല എന്നവർ വാദിക്കുമായിരുന്നു. ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ്സമാഇ വൽ അർദ് വഹുവ സമീഉൽ അലീം. ഖാല, ആ പ്രവാചകൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? റബ്ബി, എൻ്റെ റബ്ബ്, യഅലമു, അവൻ അറിയും, അൽ ഖൗല, വാക്കുകളെ എൻ്റെ റബ്ബ് അറിയും, ഫിസ്സമാഇ വൽ അർദി, ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ എല്ലാം എൻ്റെ റബ്ബ് അറിയുന്നു. വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പം നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി, പലപ്പോഴും നബിയെക്കുറിച്ചുള്ള സ്വകാര്യമാണ് പറഞ്ഞ് മേലെ പറഞ്ഞു, അസറുൻ നജ്വ, സ്വകാര്യമായി അവർ ഗൂഢമായി സംസാരിക്കുകയാണ്. ഇതിപ്പോൾ എന്ത് നബി, ഇതിപ്പോൾ സാധാരണ മനുഷ്യനല്ലേ എന്ന് അവർ സ്വകാര്യമായി തമ്മിൽ പറയുകയാണ്. അപ്പം നിങ്ങൾ മെല്ലെ പറഞ്ഞാലും ശരി, ഉറക്കെ പറഞ്ഞാലും ശരി, ഭൂമിൻ്റെ ഏത് ഭാഗത്തായാലും ശരി, ആകാശലോകത്ത് പോയി പറഞ്ഞാലും ശരി,
എല്ലാം അറിയുന്നവനാകുന്നു എൻ്റെ റബ്ബ്. അതുകൊണ്ട് ആ റബ്ബാണ് എന്നെ അയച്ചത്, ആ റബ്ബിന് അറിയാത്ത ഒന്നുമില്ല എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രതികരണം നൽകി. അതാണ് ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ്സമാഇ വൽ അർദ്. ഖാല അദ്ദേഹം പറഞ്ഞു, റബ്ബി എൻ്റെ രക്ഷിതാവ് യഅലമു അവൻ അറിയും, അൽ ഖൗല വാക്കുകൾ അവൻ അറിയും, ഫിസ്സമാഇ ആകാശത്ത്, വൽ അർളി ഭൂമിയിലും, വഹുവ അസ്സമീഉൽ അലീം വഹുവ അവൻ അസ്സമീഉ എല്ലാം കേൾക്കുന്നവനാകുന്നു, അൽ അലീം എല്ലാം അറിയുന്നവനുമാകുന്നു എന്ന് പ്രവാചകർ പറഞ്ഞു. അപ്പോൾ അവർക്ക് നബിയെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ് ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ള മനുഷ്യനാകുന്നു. രണ്ടാമത് വിമർശനം ബൽ ഖാലു അൽഗാസു അഹ്ലാമിൻ ബൽ ഇഫ്തറാഹു ബൽ ഹുവ ഷാഇർ. മൂന്ന് വിമർശനങ്ങൾ ഈ ആയത്തിൽ അല്ലാഹു തആല ഒന്നിച്ച് പറഞ്ഞു. ബൽ എന്നല്ല, ഖാലു അവർ പറയുന്നു, അൽഗാസു അഹ്ലാമിൻ ചില പേക്കിനാവുകളാണ് എന്നവർ പറയുന്നു. അൽഗാസു അഹ്ലാം, ഹുൽമ എന്നത് സ്വപ്നങ്ങൾക്ക് പറയാം. അൽഗാസ് അഹ്ലാം എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവുമില്ലാത്ത വെറും കിനാവുകൾക്കാണ് അൽഗാസ് അഹ്ലാം. സൂറത്ത് യൂസുഫ് എന്ന് പറഞ്ഞല്ലോ, അവർ രാജാവ് സ്വപ്നം കണ്ടിട്ട് ഒന്ന് പറയുമ്പോൾ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളുകൾ സമീപിച്ചു. അവർ പറഞ്ഞു ഖാലു അൽഗാസ് അഹ്ലാം എന്ന് പറഞ്ഞ അവിടെ ഇതൊരു വെറും പേക്കിനാവാണ്, അത് വ്യാഖ്യാനമില്ലാത്ത സ്വപ്നങ്ങൾക്കാണെന്ന് പറയുക. ശരിയായ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനമുണ്ട്. സത്യവിശ്വാസിയുടെ നല്ല സ്വപ്നങ്ങൾ ദൈവികമാണ് എന്ന് ഹദീസിലുണ്ട്. സ്വാലിഹായ സ്വപ്നങ്ങൾ അത് പടച്ച റബ്ബിൽ നിന്നാണ്. അതേപോലെ ദുസ്വപ്നങ്ങൾ പൈശാചികമാണ് എന്നൊക്കെ ഹദീസ് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മുഅ്മിന്റെ സ്വപ്നം വഹയിൻ്റെ ഒരു അംശമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകന്മാർക്ക് നൽകുന്ന വഹയികൾ അതിൻ്റെ ഒരു അംശമാണ് വിശ്വാസികൾക്ക് ലഭിക്കുന്ന നല്ല സ്വപ്നങ്ങൾ. അപ്പോൾ ചില സ്വപ്നത്തിലൂടെ അല്ലാഹു തആല അവന് ചില വിവരങ്ങൾ കൈമാറും. പക്ഷെ ആ സ്വപ്നം കൊണ്ട് ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടുകയില്ല എന്ന് മാത്രം. ദീനിൽ തെളിവെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ എന്ത് സ്വപ്നം കണ്ടാലും ആ സ്വപ്നം അടിസ്ഥാനമാക്കി ദീനിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഹുക്കുമായി സ്വീകരിക്കാൻ നിർവാഹമില്ല. അതാണ് വ്യത്യാസം. എന്നാൽ മുഅ്മിനൊരു പക്ഷെ അല്ലാഹു തആല ശക്തിപ്പെടുത്താൻ വേണ്ടി, ചിലപ്പോൾ ഒരു താക്കി നൽകാൻ വേണ്ടി, പ്രേരണ നൽകാൻ വേണ്ടി ഒക്കെ ഒരു പക്ഷേ ചില സ്വപ്നങ്ങൾ അല്ലാഹു തആല നൽകിയേക്കാം. ഒരു നല്ല കാര്യം ചെയ്യാൻ ചിലപ്പോൾ ഒരു പ്രചോദനം ആ സ്വപ്നത്തിലൂടെ കിട്ടും. അങ്ങനെയൊക്കെയുള്ള നല്ല സ്വപ്നങ്ങൾ വരാം. ഇമാം ബുഖാരി സ്വപ്നം കണ്ടതാണ് അദ്ദേഹം ഈ വഴിക്കെടുക്കാനുള്ള നിമിത്തമായി മാറിയത്. നബിയെ സ്വപ്നം കണ്ടു, നബിയുടെ പിറകെ അദ്ദേഹം അങ്ങനെ നടന്നു പോകുന്നു. നബിക്ക് നേരെ വരുന്ന ഈ പ്രാണികൾ അതേപോലുള്ള പ്രയാസങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ തൻ്റെ കൈകളുള്ള ഒരു വിശറി കൊണ്ട് വീശി അതിനെങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് നബിയുടെ പിന്നാലെ അങ്ങനെ പോകുന്നു. നബി ഒരു കാല് പൊന്തിക്കുമ്പോൾ അതേ സ്ഥലത്ത് അദ്ദേഹം ചവിട്ടി ഇങ്ങനെ നടക്കുന്നു. അത് അദ്ദേഹം കണ്ട സ്വപ്നം. അത് സ്വപ്നമായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് ഉസ്താദ്മാരെ പോയി കണ്ട് അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നബിയുടെ ഹദീസുകൾക്ക് നേരെ വരുന്ന എല്ലാ തരം വിമർശനങ്ങളെയും അതിൽ വരുന്ന ആക്ഷേപങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാൻ എനിക്ക് എന്തുകൊണ്ട് പരിശ്രമിച്ചുകൂടാ, അതിലേക്കുള്ള സൂചനയാണിത് എന്ന് പറഞ്ഞപ്പോൾ വലിയ ആവേശമായി. അങ്ങനെയാണ് അദ്ദേഹം ഹദീസിൻ്റെ സംരക്ഷണം പ്രത്യേകമായി തീർത്തുകൊണ്ട് അതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ വിശ്വാസിക്ക് സ്വപ്നം പല രൂപത്തിൽ വരാം. അത് അല്ലാഹു തആല നൽകുന്ന ചില തോന്നലുകൾ സ്വപ്നത്തിലുണ്ടാകും. അതാണ് വഹയിൻ്റെ 54 ഒരു അംശമാണ്, 50 ഒരു അംശമാണ് എന്നൊക്കെ ഹദീസിൽ സൂചനകൾ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ് ഇതിൽ പലതും. അപ്പം അങ്ങനെ നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകും. ദുസ്വപ്നമാണെങ്കിൽ പൈശാചികമാണ് എന്നും ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു വ്യാഖ്യാനവും ഇല്ലാത്ത സ്വപ്നം, അതിനാണ് അൽഗാസു അഹ്ലാം എന്ന് പറയുക. വ്യാഖ്യാനിക്കാൻ കഴിയാത്ത, അതിലൊന്നുമില്ലാത്ത, ഒരർത്ഥവുമില്ലാത്ത, വെറുതെ കാണുന്ന പേക്കിനാവുകൾ എന്ന് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയും. അത്തരം സ്വപ്നങ്ങൾക്കാണ് അൽഗാസു അഹ്ലാം. അപ്പം അവർ ഖുർആനെ കുറിച്ച് പറഞ്ഞത് ഖാലു, അവർ പറഞ്ഞു അൽഗാസു അഹ്ലാമിൻ, ഇത് ചില ദുസ്വപ്നങ്ങൾ, പേക്കിനാവുകളാകുന്നു, ദൈവികമൊന്നുമല്ല, അള്ളാഹു നൽകുന്ന വഹയൊന്നുമല്ല. ഇതെന്തൊക്കെയോ വെറുതെ സ്വപ്നത്തിൽ എന്തൊക്കെ കണ്ടിട്ട് അതിങ്ങനെ വന്ന് ഇവിടെ വിളിച്ചു പറയുകയാണ് എന്ന് അവർ നബിയെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും അവർ നടത്തിയ ഒരു വിമർശനമാണ് അത്. ബൽ ഖാലു അൽഗാസു അഹ്ലാം ബൽ ഇഫ്തറാഹു, അല്ല അതുമല്ല, ഇഫ്തറാഹു ഇത് ഇയാൾ കെട്ടിയുണ്ടാക്കിയതാകുന്നു. ഇഫ്തറ എന്നാൽ സ്വയം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ്. ഇഫ്തറ ഫിറിയത്ത് എന്ന വാക്കുന്നാണ് ഇഫ്തറ. അപ്പം ഈ മനുഷ്യൻ
പ്രവാചകനാണെന്ന് പറയുന്ന ഇയാൾ കെട്ടിക്കുട്ടുണ്ടാക്കി പറയുന്നതാകുന്നു ഇത് എന്നും അവർ പറയുന്നു. ബൽ അല്ല ഹുവ ഷാഇർ, ഇദ്ദേഹം ഒരു കവിയാകുന്നു എന്നും അവർ പറയുന്നു. അപ്പം 4 വിമർശനമായി. ഒന്ന് മേലെ പറഞ്ഞു അൽഹാദ ഇല്ല ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ തന്നെയല്ലയോ. പിന്നെ പറഞ്ഞു അല്ല, ഇതൊരു പേക്കിനാവ് കണ്ട് അതിലൂടെ എന്തൊക്കെയോ അങ്ങനെ വിളിച്ചു പറയുകയാകുന്നു. അതുമല്ലെങ്കിൽ ഇഫ്തറാഹു, അദ്ദേഹം സ്വയം കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാകുന്നു. അതുമല്ലെങ്കിൽ ബൽ ഹുവ ഷാഇർ, അദ്ദേഹം ഒരു കവിയാണ്, അതുകൊണ്ട് ഇതൊരു കവിതയാണ്, ഖുർആൻ ഒരു കവിതയാണ്, ഇയാൾ കവിയാണ് എന്നവർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒരു ധിക്കാരമാണത്, ഈ അവിശ്വാസികളുടെ ധിക്കാരം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ് ഹാദാ ഇഖ്ബാറുൻ അൻ തഅന്നുത്തിൽ കുഫാരി വ ഇൽഹാദിഹിം എന്നാണ്. അവരുടെ ധിക്കാരവും അവിടെ ആ ഒരു ദൈവനിരാസവും അതൊക്കെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വഖ്തിലാഫിഹിം ഫീമാ യസിഫുന ബിഹിൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് അവർ പറയുന്ന വിശേഷണങ്ങൾ പലപ്പോഴും വൈരുദ്ധ്യമാണ്. ചിലപ്പോൾ പറയും അവർ ഫതാറത്തൻ യജ്അലുഹു സിഹ്റ, ചിലപ്പോൾ അവർ പറയും ഇത് സിഹ്റാണ്, മായാജാലമാണ്. വതാറത്തൻ യജ്അലുഹു ശിഅറ, ചിലപ്പോൾ പറയും ഇത് കവിതയാണ്. വതാറത്തൻ യജ്അലുഹു അൽഗാസ അഹ്ലാമിൻ, ചിലപ്പോൾ പറയും പേക്കിനാവാണ്. വതാറത്തൻ യജ്അലുഹു മുഫ്തറ, ചിലപ്പോൾ അത് കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് പറയും. സൂറത്ത് ഇസ്രായേൽ അല്ലാഹ് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു അവിടെയും പറഞ്ഞല്ല. സൂറത്ത് ഇസ്രായേലും ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു ഉൻദുർ കൈഫ ളറബു ലക്കൽ അംസാൽ ഫളല്ലു ഫലാ യസ്തതിഊന സബീല, നോക്ക് അവർ എന്താണ് നബി നിങ്ങൾക്ക് ഉദാഹരണമായി കൊണ്ടുവരുന്നത്, അവർ പിഴച്ചു പോയിരിക്കുന്നു, നേരായ വഴി പ്രാപിക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന് അല്ലാഹു തആല സൂറത്ത് ഇസ്രായേൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം തന്നെ ഇവിടെയും ഇവരിങ്ങനെ വ്യത്യസ്തമായ വിമർശനങ്ങൾ പ്രവാചകർക്കെതിരെ അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും ന്യായമാക്കേണ്ടതില്ല, കാര്യമാക്കേണ്ടതില്ല എന്നാണ്. ഇനി ആയ കമാ ഉർസൽ അവ്വലൂൻ, ഇനി അതല്ല ഇദ്ദേഹം നബിയാണ് എങ്കിൽ, ഇങ്ങനെ ഷാഇറല്ല സാഹിറല്ല, ഇത് ഉണ്ടാക്കിയതൊന്നുമല്ല, പേക്കിനാവൊന്നുമല്ല, അള്ളാഹിൻ്റെ വഹയുള്ള അള്ളാഹ് നിയോഗിച്ച ഒരു പ്രവാചകൻ തന്നെയാണ് എങ്കിൽ ഫൽയഅ്തിന, അദ്ദേഹം നമുക്ക് കൊണ്ടുവരട്ടെ, ബി ആയത്തിൻ, വല്ല ദൃഷ്ടാന്തവുമായി അദ്ദേഹം വരട്ടെ, കമാ ഉർസിലൽ അവ്വലൂൻ, ആദ്യകാലത്തുള്ള പ്രവാചകന്മാരൊക്കെ അയക്കപ്പെട്ടതുപോലെ അങ്ങനത്തെ വലിയ ദൃഷ്ടാന്തം ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന വലിയ ചില ആയത്തുകൾ അത് അദ്ദേഹം കൊണ്ടുവരട്ടെ എന്നവർ ഒരു വെല്ലുവിളി സ്വയത്തിൽ പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ വാദം ഇതാണ്, കവിയാണ്, കെട്ടിയുണ്ടാക്കിയതാണ്, സാധാരണ മനുഷ്യരാണ്, ഇനി അതൊന്നുമല്ല റസൂലാണ് എന്നാണെങ്കിൽ മുൻകാല റസൂലുമാരൊക്കെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടുണ്ട് എങ്കിൽ സമാനമായതൊക്കെ അവരും ഇദ്ദേഹം ഒന്ന് കൊണ്ടുവരട്ടെ എന്നവർ വെല്ലുവിളിക്കുന്നു. അഥവാ സ്വലഹ് നബിയുടെ ഒട്ടകം വന്നു, അതേപോലെ ഉള്ള ഒരിക്കലും തള്ളാൻ കഴിയാത്ത വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത്തരം ദൃഷ്ടാന്തങ്ങളൊക്കെ കൊണ്ടുവരട്ടത് സ്വാലിഹിൻ ആയാത്തി മൂസ വ ഈസ എന്നാണ്. സ്വലഹ് നബിയുടെ ഒട്ടകം, മൂസാ നബി കാണിച്ച വലിയ ദൃഷ്ടാന്തങ്ങൾ, ഈസാ നബി കാണിച്ച ദൃഷ്ടാന്തങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ദൃഷ്ടാന്തങ്ങളുമായി ഇദ്ദേഹം വരട്ടെ എന്ന് അപ്പം നമുക്ക് ആലോചിക്കാം. ഇപ്പം അതൊന്നുമില്ലല്ലോ, ഒന്നും ഞാൻ നബിയെന്നും പറയാം, ഇന്ന് കുറേ നിങ്ങളെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുക, അതുകൊണ്ട് മാത്രം വിശ്വസിക്കാൻ മാത്രമൊന്നും പറ്റുകയില്ല എന്നവർ പറയുന്നു. അത് അല്ലാഹു തആല നൽകുന്ന മറുപടി മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ, മാ ആമനത് വിശ്വസിച്ചിട്ടില്ല, ഖബ്ലഹും ഇവർക്ക് മുമ്പ്, മിൻ ഖർയത്തിൻ ഒറ്റ ഗ്രാമവും തന്നെ, അഹ്ലക്നാഹാ നാം നശിപ്പിച്ചതായ ഒരു ഗ്രാമവും ഈ ദൃഷ്ടാന്തമൊന്നും കണ്ടപ്പോഴും അവരാരും വിശ്വസിച്ചിട്ടില്ല. പോലും പറഞ്ഞതാണ് സ്വലഹ് നബിയുടെ ഒട്ടകമാണല്ലോ, ആ ഒട്ടകം വന്നിട്ട് ആ കൗമ് വിശ്വസിച്ചിട്ടില്ല. ഈസാ നബിയുടെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ, മൂസാ നബിയുടെ ചെങ്കടൽ പിളർത്തി അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നേർക്ക് നേരെ കണ്ടിട്ട് പോലും അവരാരും വിശ്വസിച്ചിട്ടില്ല. അതാണ് നാം നശിപ്പിച്ച ഗ്രാമങ്ങൾ, നാടുകൾ, ആ നാടുകളൊന്നും ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആ നാടുകളൊന്നും വിശ്വസിച്ചിട്ടില്ല. അഫഹും യുഅ്മിനൂൻ, എന്നിരിക്കെ പിന്നെ ഇവർ വിശ്വസിക്കുകയാണോ? അഫഹും എന്നിരിക്കെ ഇവരാണോ യുഅ്മിനൂൻ വിശ്വസിക്കുന്നു? അവിടെ ഇവരും വിശ്വസിക്കാൻ പോകുന്നില്ല. അവിടെ ദൃഷ്ടാന്തം കാണിച്ചു തരാൻ പറഞ്ഞത് വിശ്വസിക്കാൻ വേണ്ടിയല്ല, ബോധ്യപ്പെടാത്തവർ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൃഷ്ടാന്തം ആവശ്യപ്പെടുന്നത് ന്യായമാണ്. ഇതല്ല, ഇതവർക്ക് എന്ത് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താലും വിശ്വസിക്കുകയില്ല. ഓരോ ഏതായാലും
ഇത് തള്ളിയതാണ്, ഇത് തെറ്റാണ് എന്ന് അവർ തീരുമാനിച്ച് തള്ളിക്കളഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് ഇനി എന്ത് ദൃഷ്ടാന്തം വന്നിട്ടും കാര്യമില്ല, അതവർ വിശ്വസിക്കാൻ പോകുന്നില്ല. സൂറത്ത് യൂനുസ് അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലദീന ഹഖ്ഖത് അലൈഹിം കലിമത്തു റബ്ബിക ലാ യുഅ്മിനൂൻ, ഇന്ന റബ്ബിൻ്റെ വചനം യാഥാർത്ഥ്യമായ ആളുകൾ അവർ വിശ്വസിക്കുകയില്ല. വലൗ ജാഅത്ഹും കുല്ലു ആയത്തിൻ ഹത്താ യറവുൽ അദാബൽ അലീം, എല്ലാ ദൃഷ്ടാന്തവും അവർക്ക് വന്നാലും ശരി അവർ വിശ്വസിക്കുകയില്ല. ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ നേരിടുന്നതിൽ അനുഭവിക്കുന്നത് വരെ അവരത് വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താൽ ഒരു പെണ്ണ് മാറും എന്നൊന്നും വിചാരിക്കണ്ട. എത്ര വലിയ ദൃഷ്ടാന്തം കണ്ടാലും വിശ്വസിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ദൃഷ്ടാന്തങ്ങൾ ധാരാളം കണ്ടു, ചന്ദ്രൻ പിറന്നത് വരെ അവർക്ക് കാണിച്ചു കൊടുത്തു, എന്നിട്ടും അവരെ പ്രത്യേകിച്ച് വിശ്വസിച്ചൊന്നുമില്ല. അവരാവശ്യപ്പെട്ടതായിരുന്നു ചന്ദ്രനെ പിറത്തുന്നത്. അവസാനം അതടക്കം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന പ്രകാരം നബിതങ്ങൾക്ക് അല്ലാഹു തആല മുഅ്ജിസത്തായി അതും കാണിച്ചു കൊടുത്തു. പക്ഷേ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഓര് പറഞ്ഞു, എന്താ ഇപ്പം മുഹമ്മദിൻ്റെ കഥ, ഈ കണ്ട മനുഷ്യന്മാരൊക്കെ നോക്കി നിൽക്കെ നമ്മളെ മുഴുവൻ കബളിപ്പിക്കാൻ കഴിഞ്ഞല്ലോ, ആള് ഭയങ്കര സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞ് അപ്പുറം തള്ളി. ചന്ദ്രൻ പിറന്ന് രണ്ട് ഭാഗമായി, ഒന്ന് അബൂ ഖുബൈസ് മലയുടെ ഭാഗത്തും ഒന്ന് നേരെ അപ്പുറത്തും നിന്നിട്ട് രണ്ട് കഷ്ടം കണ്ടു. ആ കണ്ടപ്പോൾ പറയാണ്, ഈ മുഹമ്മദ് വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ്, ഈ മുഹമ്മദ് വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ്, ഇത്ര വലിയ കൺകെട്ട് കാണിക്കാനൊക്കെ ഇവന് കഴിയുമല്ലോ എന്നാണ് അപ്പോൾ അവർ പറഞ്ഞത്. എന്നാൽ അവസാനം തീരുമാനമാക്കിയത്, ഇത് കാര്യം കഴിഞ്ഞപ്പോൾ നമ്മളെ പറ്റിച്ച് അയക്കാം. ഈ മക്കയാണല്ലോ, മക്കയിലേക്ക് ധാരാളം യാത്രാസംഘങ്ങൾ പല ഭാഗത്തുനിന്നും വരും. അപ്പം നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ പല സംഘം വന്നു ചേരും. അവരോട് ചോദിച്ചു നോക്കുക, കാരണം ചന്ദ്രനാണെങ്കിൽ ഓലൊക്കെ കാണുമല്ലോ. അപ്പം ആ വരുന്ന മനുഷ്യന്മാർ ചോദിച്ചു നോക്കുക, ഓല് വല്ലതും കണ്ടേക്കണോന്ന്. നമ്മൾ നമ്മളെ പറ്റിച്ചാണോ അല്ല അറിയാലോ. അങ്ങനെ പിറ്റേന്ന് വന്ന യാത്രാസംഘത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ വല്ല ദൃഷ്ടാന്തവും കണ്ടോ? ഒരു ഞങ്ങൾ വരുന്ന വഴി കണ്ടു ചന്ദ്രൻ രണ്ട് പിളർപ്പായത് എന്നൊരു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഔ മുഹമ്മദ് ആൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, അവരെ വരെ കബളിപ്പിക്കാൻ കഴിഞ്ഞു, ഇവന് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് അപ്പോഴും ചെയ്തത്. അതാണ് എത്ര വലിയ ദൃഷ്ടാന്തം കണ്ടാലും അവർ വിശ്വസിക്കാൻ പോകുന്നത്. കാരണം ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കാൻ വേണ്ടി ആണെങ്കിൽ അത് ബോധ്യപ്പെടും. എന്നാൽ എങ്ങനെ ബോധ്യപ്പെട്ടാലും സ്വീകരിക്കാൻ തീരുമാനിച്ചാണെങ്കിലോ പിന്നെ ഞാനൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ടാണ്, ഒരു കാര്യമില്ല. അത് അല്ലാഹു പറഞ്ഞു, വലൗ ജാഅത്തുഹും കുല്ലു ആയത്തിൻ, എല്ലാ ദൃഷ്ടാന്തവും വന്നാലും ശരി ഒരു വിശ്വസിക്കൂല. ഹത്താ യറവുൽ അദാബൽ അലീം, വേദനയേറിയ ശിക്ഷ കാണുമ്പോഴേ അവർക്ക് ബോധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ദൃഷ്ടാന്തം കൊണ്ടിട്ട് എന്ന് പറഞ്ഞ വെല്ലുവിളിക്കൊന്നും വലിയ കാര്യമില്ല. അപ്പം ചില വെല്ലുവിളികളൊക്കെ നമ്മൾ അവഗണിക്കേണ്ടി വരും. ചില വെല്ലുവിളികൾ പരിഗണിക്കുകയേ വേണ്ട, അത് അവഗണിച്ച് ഒഴിവാക്കാം. കാരണം എന്താണ്, അതൊരു ബോധ്യപ്പെടാനോ കാര്യത്തിന് വേണ്ടിയൊന്നും അല്ല എങ്കിൽ പിന്നെ വെറുതെ അതിന് സമയം കളയേണ്ടതില്ല, അത് പരിഗണിക്കേണ്ടതില്ല. അത് ഇവിടെ ഒരു ആവശ്യപ്പെട്ടതാണ്, ഫൽയഅ്തിനാബി ആയ, ദൃഷ്ടാന്തവുമായി വരട്ടെ, കമാ ഉർസിലൽ അവ്വലൂൻ, ആദ്യകാലക്കാരൊക്കെ അയക്കപ്പെട്ടതുപോലെ. അതിന് അല്ലാഹു കൊടുത്ത മറുപടി ഉണ്ടോ? ദൃഷ്ടാന്തം തരാമെന്നല്ല പറഞ്ഞത്, മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ, അവർക്ക് മുമ്പ് നാം നശിപ്പിച്ച നാടുകളൊന്നും തന്നെ വിശ്വസിച്ചിട്ടില്ല. അഫഹും യുഅ്മിനൂൻ, എന്നിരിക്കെ പിന്നെ അവർ വിശ്വസിക്കുകയാണോ എന്നാണ് അള്ളാഹു നൽകുന്ന മറുപടി. അല്ലാഹു അലം. പറയപ്പെടുന്നു, കണ്ടു. അതെ അതെ, ആ കാലത്താണ് അങ്ങനെ അദ്ദേഹം മക്കത്തേക്ക് പോയതും ഇസ്ലാം സ്വീകരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അല്ലാഹു അലം. മൊത്തം അർത്ഥം, ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർദ്, അദ്ദേഹം പ്രവാചകൻ പറഞ്ഞു, എൻ്റെ റബ്ബ് ആകാശത്തും ഭൂമിയിലുമുള്ള വാക്കുകളെല്ലാം അറിയുന്നവനാണ്. വഹുവസ് സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ബൽ ഖാലു അൽഗാസു അഹ്ലാമിൻ, എന്നാൽ അവർ പറഞ്ഞു ഇത് ചില പേക്കിനാവുകളാകുന്നു. ബൽ ഇഫ്തറാഹു, അല്ല ഇത് ഇദ്ദേഹം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാകുന്നു. ബൽ ഹുവ ശാഇർ, അല്ല അദ്ദേഹം ഒരു കവിയാകുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. അതിനാൽ ഫൽയഅ്തിനാ ബിആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ, ആദ്യകാല പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടതുപോലെ വലിയ ദൃഷ്ടാന്തവുമായി ഇദ്ദേഹം വരട്ടെ എന്ന് അവർ പറഞ്ഞു. മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ, അവർക്ക് മുമ്പ് നാം നശിപ്പിച്ച ഗ്രാമങ്ങളൊന്നും തന്നെ വിശ്വസിച്ചിട്ടില്ല. അഫഹും യുഅ്മിനൂൻ, എന്നിരിക്കെ പിന്നെ അവർ വിശ്വസിക്കുകയാണോ? വല്ലാഹു അലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
قال ربي يعلم القول في السماء والأرض وهو السميع العليم بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون ما آمنت قبلهم من قرية أهلكناها أفهم يؤمنون سبحانك اللهم السلام عليكم.